കൃഷ്ണ ഭാഗവത പ്രിയനേ കലിമലമഖിലവും അകലാൻ നിൻ തിരുനാമം പാടുന്നേ ഗണപതി ഭഗവാൻ അഭയം തരണം വേൽമുരുകൻ തുണയരുളേണം മൂകാംബികയൻ സ്വരപല്ലവിയിൽ ബ്രഹ്മലയം പകരേണം ഗണപതി ഭഗവാൻ അഭയം തരണം വേൽമുരുകൻ തുണയരുളേണം ഗണപതി ഭഗവാൻ അഭയം തരണം വേൽമുരുകൻ തുണയരുളേണം. ആദരണീയമായ ഗുരുജനങ്ങളെ, കാവടി കമ്മിറ്റിയുടെ ശ്രമപ്രകാരം ഈ കാവടി ആഘോഷങ്ങളുടെ ഔദ്യോഗികമായ 40ാം വാർഷിക ആഘോഷങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്ന ആറ്റിങ്ങലിൻ്റെ ആദരണീയനും ബഹുമാനപ്പെട്ടതുമായ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ശ്രീ പ്രതാപൻ നായർ സാർ അവറുകളെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചിറയൻകീഴ് താലൂക്കിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിറവ്യക്തിത്വമായും കാവടി കമ്മിറ്റിയിൽ തുടർച്ചയായി 40 വർഷവും മുഖ്യ രക്ഷാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട കടയ്ക്കാവൂർ ശ്രീ മാധവൻ പിള്ള സാർ അവറുകളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇക്കാലം അത്രയും കാവടിക്ക് അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും വാഗ്ദാനം നൽകിയ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെയും മുരുക ഭക്തന്മാരെയും വിശിഷ്ട ഗൾഫ് സുഹൃത്തുക്കളെയും ഈ കാവടി കമ്മിറ്റിയുടെ പേരിൽ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, മുരുക ഭക്തരെ, ഗുരുജനങ്ങളെ, ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രസംഗിക്കാതിരിക്കാനും വയ്യ. വളരെയധികം ജോലി തിരക്കുള്ളവരു രാത്രിയും പകലും ഓടി നടന്ന് ഈ രാജ്യത്തെ അക്രമികളെ പിടിക്കാൻ ഓടി നടക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥന് നമ്മെപ്പോലെയുള്ളവരുടെ ഒരു കാവടിയിൽ പങ്കെടുത്ത് അതിൽ ഉദ്ഘാടനം ചെയ്യാൻ വരാമെന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും മഹത്വത്തെയും വിളിച്ചറിയിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ ഭാരവാഹികൾ വിളിക്കാൻ പോയപ്പോൾ തന്നെ മാധവൻപിള്ള സാറ് തീർച്ചയായിട്ടും വരും, എനിക്കറിയാം സാറ് തുടങ്ങി വെച്ച കാലം എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്കറിയുമോ, അദ്ദേഹം SI ആയിരിക്കുന്ന കാലം മുതൽ എവിടെയൊക്കെ സ്ഥലം മാറിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ കാവടി നടന്ന് നിലയ്ക്കാമുക്കിലോ മറ്റോ എത്തുമ്പോൾ ഓടി വന്ന് പ്രവർത്തകർ പറയും, സാർ ഇതാ പ്രതാപൻ നായർ സാർ വന്ന് വിളിക്കുന്നു, സാറിന് ചെല്ലാം. വേറെ എവിടെ മാറിപ്പോയിട്ടുള്ളപ്പോഴും ഇത്രയും സ്നേഹം ഈ നാട്ടുകാരോട്, നമ്മോട്, പാവപ്പെട്ട നമ്മോടത് തോന്നിയതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണെന്നറിയാമോ? തികച്ചും ഭക്തി നിർഭരമായിട്ടാണ്. ആരെയും മത്സരിക്കാനോ ഇങ്ങനെ ഉത്സവം നടത്തിയ ഒരു ക്രെഡിറ്റിനോ അത് നിമിത്തം മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ വലിപ്പം ഭാവിക്കുവാനോ അല്ല ഞങ്ങൾ തുടങ്ങി വെച്ചത്. എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും ഉണ്ടെന്നും അതിനുവേണ്ടി ത്യാഗം സഹിച്ചവരെ പേര് പറഞ്ഞാൽ എല്ലാവരെയും പറയണം. മൺമറഞ്ഞു പോയവരെ ഓർത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 44 വയസ്സുള്ളപ്പോഴാണ് ഞാനിത് തുടങ്ങിയത്. 40 കൊല്ലമായി. ഈ വായനശാലയ്ക്ക് അന്ന് 54 മെയ് 5 എത്ര പേർക്കറിയാം? അതിൻ്റെ ചില ആളുകളെങ്കിലും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മൺമറഞ്ഞു പോയവരെ ഉദ്ദേശിച്ചുകൊണ്ടും ഈ കാവടി ഇത്ര മംഗളകരമായി നടത്താനിടയാക്കിയതിന് സഹായിച്ച ഈ നാട്ടിലെ എല്ലാ ആളുകളും, എനിക്കൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, അധ്യാപകനായിരുന്നതുകൊണ്ട്. അല്ല, രാഷ്ട്രീയവും അത് നിങ്ങൾക്കറിയാം, അതിലൊന്നും ഞാൻ പോകയില്ല, എനിക്കത് അത്ര വലിയ കാര്യവുമല്ല. അത് മിസ്റ്റർ പ്രതാപൻ നായർക്കും അറിയാം. അതല്ല കാര്യം. എന്താണ് കാര്യം? നമ്മളൊന്നാണെന്ന് തെളിയിക്കണം. വളർന്നു വരുന്ന ചെറുപ്പക്കാരായ പിള്ളേര് ജാതി മത ചിന്തകൾക്ക് അതീതമായി നാം ഒന്നാണ്. അതിനൊരു കൂട്ടായ്മ കാവടിയാണ്, അല്ല മറ്റൊരു രംഗവുമില്ല. നാം ഒന്നാണ്, ഒരു അമ്മയുടെ മക്കളാണ് നമ്മൾ.
വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഇവിടെ വിവരമില്ലായ്മ കൊണ്ട് നമ്മളിങ്ങനെ ഭാവിക്കുന്നതാണ് എന്ന് തെളിയിക്കാൻ വളരെ സ്നേഹം നിറഞ്ഞ ആളുകൾ, ഇന്നത്തെ തലമുറ കുറവെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അന്നുണ്ടായിരുന്ന പക്വത വന്ന പലരും അവിടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനും അവർ വേണ്ടുന്ന സഹായഹസ്തം നൽകി വളർത്തുവാനും ഇവിടെയായതാണ് ഇന്ന് കാണുന്ന ഈ കാവടി മഹോത്സവം. 40-41 പരിപാടിയുമായിട്ടൊരു കാവടി നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഉൾപ്പെട്ട ആളുകൾ, സ്പോൺസേഡ് ചെയ്ത ആളുകൾ, അതിനുവേണ്ടി പ്രവർത്തിച്ച ചെറുപ്പക്കാർ, പിള്ളേർ, ഈ കൊട്ട വെയിലത്ത് പോയി പിരിച്ചവർ, അവരെയൊക്കെ എങ്ങനെയാണ്, എന്ത് വാക്കുകൾ കൊണ്ടാണ് അഭിനന്ദിക്കേണ്ടത്? ഒരക്രമവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ട് കാര്യമായില്ല. അച്ചടക്കത്തോടുകൂടി ഭക്തി നിർഭരമായി മുരുക ഞങ്ങളെ സഹായിക്കണേ, അറിയാതെ ചെയ്തു പോയ തെറ്റിന് നമ്മോട് ക്ഷമിക്കണേ എന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടാണ് ഈ കാവടി എടുക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും കാവടി മഹോത്സവം ഭംഗിയായി നടത്തുന്നതിന് നമ്മെ സഹായിച്ച പോലീസ് ഓഫീസർമാർ വേറെ ഉണ്ട്. ശശിധരൻ സാറിനെ ഞാൻ മറക്കുന്നില്ല, അദ്ദേഹം ഇരുന്നപ്പോഴും പറയും മാവൻപിള്ള സാറെ ഞാനുണ്ട്. പക്ഷേ പ്രതാപൻ നായരെ പോലെ എളിയവനായ ഞാനും മുരുകനോട് പ്രാർത്ഥിക്കുകയാണ്, ഈ 40 വർഷക്കാലം നിങ്ങളോടൊപ്പം നിൽക്കാൻ ആയുസ് എന്ന മുരുകനും ഗുരുദേവനും ഒക്കെ ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് വലിയ കാര്യം. ഈ നാട്ടിലെ ഐക്യമാണ് കാണിക്കുന്നത്. നാം ഒന്നാണ്. ഇതിൽ ജാതിമത ചിന്തകളൊന്നുമില്ല, രാഷ്ട്രീയവുമില്ല. നാം ഒരുമിച്ചാൽ പലതും നടക്കും. വളരെ ഇത്രയും ഒരു ഏതാണ്ട് 40-41 പരിപാടിയുമായിട്ട് ഈ 4-5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ഇതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ബഹുമാന്യനായ ആദരണീയനായ നമ്മുടെ DSP, ഞാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ശിഷ്യനെന്ന് വിശേഷിപ്പിക്കാവുന്ന DSP ഓട് ഞാൻ പറയുകയാണ്, മുരുകൻ സഹായിക്കും. ഞങ്ങളോടുള്ള ഈ സ്നേഹം എന്നും ഉണ്ടാകണം. ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാലും ഈ കലാഭൂഷണി ഗ്രന്ഥശാലയിൽ നിന്ന് പുറപ്പെടുന്ന ഈ കാവടി മഹോത്സവത്തിന് പെൻഷൻ പറ്റിയാലും അദ്ദേഹം ഇവിടെ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയധികം ഇതോട് ഇഴുകിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹം. കാരണം നമ്മൾ അതുപോലെയാണ് ബഹുമാന്യ. ഈ കഴിഞ്ഞ കൊല്ലം വരെ ഞാനാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, ഈ 40ാമത്തെ വർഷം അദ്ദേഹം കിട്ടുമെങ്കിൽ, DSP അദ്ദേഹത്തെ കിട്ടുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് പറഞ്ഞാണ്. നാട്ടുകാരും കമ്മിറ്റിക്കാരും ഒരേ അഭിപ്രായത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്. ഇപ്പോൾ നേരത്തെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കിന്ന് 2-3 പരിപാടിയുണ്ട് സാറിൻ്റെതായതുകൊണ്ട് ഏതായാലും നേരത്തെ വിടണം എന്ന് പറഞ്ഞു. നമ്മൾ റെഡിയാണ്, ഇവിടെ നേരത്തെ വിട്ടേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ മഹൽ കൃത്യം നിർവഹിക്കുന്നതിന് നമ്മോടൊപ്പം നിന്ന അദ്ദേഹത്തിന് മുരുകൻ്റെ പേരിൽ, ഗുരുദേവൻ്റെ പേരിൽ, നാട്ടുകാരുടെ പേരിൽ, കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ആത്മാർത്ഥമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ മഹൽ കൃത്യം നിർവഹിക്കുന്നതിന് ആദരണീയനായ ഒരുപാട് DSPമാരിവിടെ ഇരുന്ന് എനിക്കറിയാം, ബന്ധുക്കൾ ഉൾപ്പെടെ. അതിൽ നിന്നൊക്കെ അദ്ദേഹം പ്രതാപൻ നായർ സാർ വന്നതിന് ശേഷമുള്ള കീർത്തി അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുന്നില്ല. അത് മേലിലും തുടരാൻ മുരുക അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ ഉദ്ഘാടന കർമ്മത്തിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊണ്ട് ബഹുമാന്യനും ഗുരുതുല്യനുമായ കടക്കാവൂർ മാധവൻപിള്ള സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട നാട്ടുകാർ, ഇവിടെ കലാഭൂഷണി ഗുരുവിഹാർ സംഘടിപ്പിക്കുന്ന 40ാമത് കാവടി ഘോഷയാത്രയുടെ ഉദ്ഘാടന കർമ്മം മുരുകനാമത്തിൽ ഔപചാരികമായി നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ 39 വർഷക്കാലമായി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ടിരുന്നത് ബഹുമാന്യനായ മാധവൻപിള്ള സാറാണ്. അപ്പോൾ 40ാമത്തെ ഉദ്ഘാടനവും അദ്ദേഹം തന്നെ നിർവഹിക്കേണ്ടതായിരുന്നു.